ഹലോ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതുപോലെ ബോക്സിൽ മാങ്ങ മേടിച്ചു കൂട്ടാ. ഈ തവണയും ഇപ്പോഴേ മേടിക്കാൻ പറ്റുള്ളൂ. $2 വന്നൊരു മാങ്ങയ്ക്ക്. വലിയ മാങ്ങ ഒരു ബോക്സ് മേടിച്ചത് 2, 4, 6, 8, 9 ഉണ്ട് ഒരു ബോക്സ്. അപ്പോൾ ഞാൻ കരുതിന് വെയിറ്റ് നോക്കുന്നത്. ഇത് കയ്യിലെടുത്തപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ എനിക്ക് അത് എത്ര ഉണ്ടെന്ന് അറിയാമെന്ന് എഴുതിയിട്ട് ഞാൻ തൂക്കം നോക്കണ സംഭവമൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കാം. നോക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ മാങ്ങനെ എടുത്ത് വയ്ക്കാൻ പോണ്. എന്തോറുണ്ടെന്ന് അറിയണല്ലോ മുതൽ. 745 ഗ്രാം ഉണ്ട്. അതെവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്തത് ഇത് 734. കർത്താവേ, ഇതൊരു അളന്നുണ്ടാക്കിയതാണോ? അടുത്തത് 737 തന്നെ. എൻ്റെ അമ്മ, ഇതെങ്ങനെ ഇതുപോലെ ഉണ്ടാക്കണത്? കുറച്ച് കൂടുതൽ കൂട്ടിയാൽ കുഴപ്പം. ഇത് 714. ശരിയാവില്ലല്ലോ. ഇതൊക്കെ എങ്ങനെയാണോ? അടുത്തത് ഇതിൽ കുറവുണ്ടെന്നുണ്ട്, ഒരു ആശ്വാസം ഉണ്ടാവും നോക്കുക. അതും 702. ദൈവമേ. ഞാൻ അടുത്തത് ഒരു 800 ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കണേ. ഭാഗ്യം. ഞാൻ വിചാരിച്ചു 800 ഉണ്ടാവുമെന്ന്. 813 ഗ്രാം ഉണ്ട് കേട്ടോ. കണ്ട, 813ൻ്റെ മാങ്ങയാണിത്. എന്തുട്ടാ മുതൽ നോക്കിയാൽ. ടേസ്റ്റ് ഞാൻ പാടം നിൽക്കട്ടെ. 800ൻ്റെ കിട്ടിയില്ല. ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് 700 ചില്ലാൻ ഗ്രാം ഉണ്ട്. 3/4 കിലോ എന്ന് പറയാം. ഇപ്പം നമുക്കൊരു തമാശയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയണം. നമ്മുടെ നാട്ടിലൊരു ഇതുപോലെ കനുള്ള മാങ്ങ കുറവാണല്ലോ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ചെത്തി പൂളി മുളക് ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു കഴിക്കലാണ്. ഈ രാജ്യത്തേക്ക് വന്നത് തന്നെ ഇതൊക്കെ തിന്നാന്ന് എഴുതിയിട്ടാണ്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ച. എന്നിട്ടൊക്കെയാണ് പേര്. ഇതിൻ്റെ കച്ചവടം മുഴുവൻ നടത്തുന്നത് നമ്മുടെ ചൈനക്കാരാണ്. പ്രോഡക്റ്റ് ഓഫ് ഓസ്ട്രേലിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലാവട്ടെ. അപ്പോൾ 3/4 കിലോ ഉള്ള 9 എണ്ണം $2 വെച്ച് വന്ന ഒരെണ്ണത്തിന് കേട്ടോ. ഇപ്പോൾ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു 110 രൂപ വെച്ച് വന്നു ഒരു മാങ്ങയ്ക്ക്. 3/4 കിലോയ്ക്ക് 110 രൂപ. അപ്പോൾ ഒരു ഏകദേശം ഒരു 150 രൂപയോളം വന്നില്ലേ ഒരു കിലോത്തിന്? അങ്ങനെ വന്നുണ്ടോ? എന്നാലും കുഴപ്പമില്ല, സംഭവം ഓക്കെയാണ്. പിന്നെ ആകെ ഒരു പ്രത്യേകത ഉള്ളതേ, ഇതിൽ വിഷവും മറ്റേ സ്പ്രേ ഒന്നും കാര്യമായിട്ട് അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അടിക്കേണ്ടാവായിരിക്കും, കാര്യമായിട്ട് അടിച്ചിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞോടെ നാട്ടിൽ ചെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ 150-200 കൊടുത്ത് മേടിച്ചു തന്നു. പക്ഷേ ഭയങ്കര ഒരു വിഷത്തിൻ്റെ ചുക. അതുകൊണ്ട് രസം ഉണ്ടായില്ല. നമ്മുടെ മുറ്റത്തൊക്കെ വീണ നാട്ടുമാങ്ങ എന്താ രസം, ഒന്നും അടിക്കാത്തത്. അതിൻ്റെ പകുതി ടേസ്റ്റൊന്നും ഈ മാങ്ങയ്ക്കും ഇല്ല, നാട്ടിൽ കാശ് കൊടുത്ത് മേടിക്കുന്ന മാങ്ങയ്ക്കും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു മാങ്ങ വിശേഷം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെത്തിയിട്ട് എന്തിട്ട് തിന്നും? ചെറിയ മുളകും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി അടിക്കും. ഇത് പറഞ്ഞപ്പോൾ കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ട്. കാന്താരി മുളക് കുറച്ച് പൊട്ടിച്ചോണ്ടിരിക്കണേ. കാന്താരി മുളക് ഇതൊക്കെ സൂപ്പറായിരിക്കും. ഇതും കൂടെ അടിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ അരച്ച് ഞങ്ങൾ തിന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു. വീണ്ടും കാണുമ്പോൾ വണക്കം.